ഹായ് മക്കളെ, സോ നമ്മൾ കാത്തിരുന്ന +1 +2 ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് നടക്കുന്നു +2കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 6-ാം തീയതിയാണ് +2ന്റെ ടൈം ടേബിൾ ആണ് ആദ്യം പറയുന്നത്. 6-ാം തീയതിയാണ് +2 എക്സാം സ്റ്റാർട്ട് ചെയ്തത്. ഫോർനൂൺ ആണ്, അതായത് രാവിലെ സെഷനിലാണ്. നമ്മൾ അത് ഓൾറെഡി പറഞ്ഞിരുന്നു. എക്സാം നടക്കുക ഫ്രൈഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. സോ +2കാർക്ക് ആദ്യം വരുന്നത് ഫിസിക്സ് ആണ്. തൊട്ടടുത്ത ദിവസം 7-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ആണ്. സാറ്റർഡേ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ആണ് +2കാർക്ക് നടക്കുക. ബയോ സയൻസുകാർക്കല്ല, കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്ക്. യെസ്, അടുത്ത എക്സാം വരുന്നത് ചൊവ്വാഴ്ചയാണ്, 10-ാം തീയതിയാണ്. ഫോർനൂൺ സെഷനിൽ തന്നെയാണ്. കെമിസ്ട്രി ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ. സോ കെമിസ്ട്രി എക്സാം ആയിരിക്കും അന്ന് നടക്കുക. പിന്നീട് എക്സാം വരുന്നത് 12-ാം തീയതി തേഴ്സ്ഡേ ആണ്, വ്യാഴാഴ്ചയാണ് കേട്ടോ. അതായത് 10-ാം തീയതി ചൊവ്വാഴ്ച എക്സാം കഴിഞ്ഞാൽ പിന്നെ 12-ാം തീയതി തേഴ്സ്ഡേ ആണ് എക്സാം. സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആണ് തേഴ്സ്ഡേ വ്യാഴാഴ്ച നടക്കുക. ആൻഡ് തൊട്ടടുത്ത എക്സാം വരുന്നത് 17-ാം തീയതി ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ്. അപ്പൊ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് ചൊവ്വാഴ്ചയാണ്. മാത്തമാറ്റിക്സിന്റെ എക്സാം ആണ് അന്നത്തെ ദിവസം നടക്കുക, 17-ാം തീയതി നടക്കുക. 17-ന് ശേഷം പിന്നെ എക്സാം നടക്കുന്നത് 24-നാണ്. ബയോ സയൻസുകാർക്കാണ്, ബിക്കോസ് ബയോളജി ആണ് അന്നത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എക്സാം നടക്കുന്നത് 28 സാറ്റർഡേ ആണ്. പാർട്ട് 1 ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിന്റെ എക്സാം ആയിരിക്കും അന്ന് നടക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ 6-ാം തീയതി ഉണ്ട് ഫിസിക്സ് ആണ്, 7-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ്, 10-ാം തീയതി കെമിസ്ട്രി, 12-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ്, 17-ാം തീയതി മാത്തമാറ്റിക്സ്, 24-ാം തീയതി ബയോളജി, 28-ാം തീയതി ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കാണുന്നത് +1ന്റെ ടൈം ടേബിൾ ആണ്. +2കാർക്ക് ഇംപ്രൂവ്മെന്റ് നടക്കുക ഇതേ ദിവസമാണ്. യെസ്, അപ്പൊ +2കാരും +1കാരും അതുകൊണ്ട് ശ്രദ്ധിക്കുക. 5-ാം തീയതിയാണ് മക്കളെ +1ന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5-ാം തീയതി നടക്കുന്നത് പാർട്ട് 1 ഇംഗ്ലീഷ് ആണ് ആദ്യത്തെ എക്സാം. വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ പരീക്ഷ തുടങ്ങുന്നത്. ഇംഗ്ലീഷിന്റെ ആണ്, ആഫ്റ്റർനൂണിലാണ് എക്സാം വരുന്നത്. യെസ്, അടുത്ത എക്സാം വരുന്നത് 11-ാം തീയതി വെനസ്ഡേ, ബുധനാഴ്ചയാണ് അടുത്ത എക്സാം നടക്കുക. ബുധനാഴ്ച വരുന്നത് സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആണ് +2ന്. യെസ്, അതേപോലെ 13-ാം തീയതി ഫ്രൈഡേ ആണ് +1ന്റെ കെമിസ്ട്രി എക്സാം. +1കാർക്ക് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ എക്സാം നടക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, +2കാർ ശ്രദ്ധിക്കേണ്ടത്, കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് 13-ന് എക്സാം ഉണ്ടായിരിക്കും. യെസ്, അടുത്ത എക്സാം 16-ാം തീയതിയാണ്. 16-ാം തീയതി ബയോളജിയുടെ എക്സാം ആണ്. ബയോളജിയുടെ എക്സാം 16 മൺഡേ ആഫ്റ്റർനൂണിലാണ് നടക്കുക. അടുത്ത എക്സാം വരുന്നത് 23 മൺഡേ ആണ്. ഫിസിക്സിന്റെ എക്സാം ആണ്. യെസ്, അതിനു മുൻപ് കമ്പ്യൂട്ടർ സയൻസുകാർ ഒന്ന് ശ്രദ്ധിക്കണേ. 16-ന് ബയോളജി ആണെങ്കിൽ 18 വെനസ്ഡേ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ഉണ്ടായിരിക്കും. യെസ്, ബയോ സയൻസുകാർക്ക് ബയോളജി 16, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അത് 18-നായിരിക്കും. യെസ്, 18-ന്റെ എക്സാം കഴിഞ്ഞാൽ പിന്നെ 23-ന് ഫിസിക്സിന്റെ എക്സാം ആണ് നടക്കുക. അതിനുശേഷം ലാസ്റ്റ് എക്സാം 27-നാണ് ആഫ്റ്റർനൂൺ, മാത്തമാറ്റിക്സിന്റെ എക്സാം ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ടൈം ടേബിൾ. ഇംപ്രൂവ്മെന്റും +1ന്റെയും ടൈം ടേബിൾ സെയിം ആണ്. യെസ്, 5-ാം തീയതി പാർട്ട് 1 ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. അടുത്തത് 11-ാം തീയതിയാണ് സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആണ്. 13-ാം തീയതി കെമിസ്ട്രിയുടെ എക്സാം ആണ്. 16-ാം തീയതി ബയോളജിയും, 18-ാം തീയതി കമ്പ്യൂട്ടർ സയൻസും, 23-ന് ഫിസിക്സും, 27-ന് മാത്തമാറ്റിക്സുമാണ്. ഇതാണ് ടൈം ടേബിൾ. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ വരികയാണ് മക്കളെ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.